കട്ടപ്പനയിൽ കൊല്ലം സ്വദേശി കൊല്ലപ്പെട്ടു. പ്രശാന്തനാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടെ ജോലി ചെയ്തിരുന്ന തമിഴ്നാട് സ്വദേശി രമേശ് പാണ്ഡ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, ടി.ബി. ജംഗ്ഷൻ, കട്ടപ്പന. ഞായറാഴ്ച രാത്രിയിലാണ് കട്ടപ്പനയിൽ കൊലപാതകം നടന്നത്. കൊല്ലം സ്വദേശി പ്രശാന്തനും തമിഴ്നാട് സ്വദേശി രമേശ് പാണ്ഡ്യനും ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റ് ഉപജീവനം നടത്തുന്നവരും സുഹൃത്തുക്കളുമായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പ്രശാന്തിനെ കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷന് സമീപമുള്ള ആക്രിക്കടയുടെ മുൻവശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടുത്തുള്ള കച്ചവടക്കാർ പോലീസിൽ വിവരമറിയിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. കിട്ടിയൊരു മെസ്സേജ് പ്രകാരം വന്ന് നോക്കിയതാണ്. വന്ന സ്ഥലത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടു. CCTV പരിശോധിച്ചപ്പോഴാണ് അതൊരു മർഡറാണെന്ന് മനസ്സിലായത്. ഒരാൾ ഇയാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. അതിനെ തുടർന്നാണ് മരണപ്പെട്ടതെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിനെയും അതുപോലെ ഫോറൻസിക് ഫിംഗർ പ്രിൻ്റ് അവരെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞു, ഇൻക്വസ്റ്റ് കഴിഞ്ഞു. ബാക്കിയുള്ള നടപടികൾ മദ്യലഹരിയിൽ ഇവർ തമ്മിലുണ്ടായ തർക്കത്തിനിടയിലാണ് പ്രതി കൊലപാതകം നടത്തിയത്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പന ടീച്ചേഴ്സ് ഡെസൈറ്റി പുറത്തിറക്കുന്ന സ്പാർക്ക് നോട്ട്ബുക്കുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ. നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, ടി.ബി. ജംഗ്ഷൻ, കട്ടപ്പന. എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്, പഠനോപകരണങ്ങൾ, നോട്ട്ബുക്കുകൾ, ടിഫിൻ ബോക്സുകൾ, കളറിംഗ് ആൻഡ് പെയിന്റിംഗ് ഐറ്റംസ്, പ്രിന്റിംഗ് പേപ്പറുകൾ, പ്രസ് മെറ്റീരിയൽസ്, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ ഗുണമേന്മയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും തിരഞ്ഞെടുക്കാം. നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, ടി.ബി. ജംഗ്ഷൻ, കട്ടപ്പന.